ഈ കിടക്കുന്ന മുളകളെല്ലാം എന്തോ ഒരു ജീവിയും നശിപ്പിച്ച മുളകളാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് നോക്കുകയാണ് കേട്ടോ, നമ്മുടെ മുളക് ചെടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തോ ഒരു ജീവിയൊന്ന് നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് നമ്മുടെ മുളകെല്ലാം ചീത്തയാക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു 10-30 ഗ്രോ ബാഗിലിട്ട് കുറച്ച് മുളക് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഒരു 4 മാസത്തിന് ശേഷം ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ മുളക് ചെടി എന്തോ ഒരു ജീവിയൊന്ന് നശിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നീരൂറ്റി എടുക്കുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ജീവികൾ ഏതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അധികം ചിലവുകളൊന്നും ഇല്ലാതെ ദീർഘനാൾ വിളവെടുക്കാൻ പറ്റുന്നൊരു കൃഷിയാണ് കേട്ടോ മുളക് കൃഷി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിലവിലിപ്പോൾ എൻ്റെ കയ്യിൽ 7 ഐറ്റം മുളക് ചെടിയാണ് ഉള്ളത്. ബാക്കിയുള്ളത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗ്രോ ബാഗിൽ വെച്ച മുളക് ചെടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇത്രയും മുളകാണ് കേട്ടോ. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പറമ്പിലേക്കാണ്. അവിടെ നമ്മൾ വെള്ളരി നട്ടപ്പോഴത്തേക്കും കുറച്ച് വറ്റല മുളകിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളക് പറിക്കാനുണ്ട്. എണ്ണത്തിൽ കുറവായിരുന്നെങ്കിൽ അത്യാവശ്യം സൈസുള്ള മുളകായിരുന്നു കേട്ടോ കിട്ടിയതെല്ലാം. അപ്പോൾ മുളക് കൃഷിയെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.